അതിന് ലാസ്റ്റ് പറയുന്നത് മറ്റേ ടൊവിനോ, അതേപോലെ തന്നെ സൗബിൻ എല്ലാവരും മാറി വരുന്നുണ്ട്. പിന്നെ ലാസ്റ്റ് ക്ലൈമാക്സ് ആകുമ്പോൾ ഡിക്കിന് ഒരു എൻട്രി ഉണ്ട്. എന്തായാലും ഇനിയിപ്പോ സെക്കൻഡ് പാർട്ടിന് വേണ്ടി കാത്തിരിക്കാൻ സെക്കൻഡ് പാർട്ട് എന്തായാലും ഉണ്ടാവും. കാരണം ചാത്തമാർ വരും എന്ന് പറഞ്ഞാണ് അവസാനം നിർത്തിക്കുന്നത്. അപ്പൊ ചാത്തമാരൊക്കെ ആയിട്ട് എന്തായാലും ഇനി കാണാനുള്ള സംഭവമുണ്ട്. ഇപ്പൊ ടോവിനോയുടെ തന്നെ ക്ലൈമാക്സ് പറയുന്നത് കുറെ കഥാപാത്രങ്ങളുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ എന്തായാലും ഇതിനെന്തായാലും സെക്കൻഡ് പാർട്ടും കൊണ്ടൊന്നും നിർത്താൻ സാധ്യതയില്ല. ചിലപ്പോൾ ഇതൊരു എങ്ങനെ ഒരു സീരീസ് പോലെ ചിലപ്പോൾ ഇറങ്ങിയിരിക്കും. എന്തായാലും കിട്ടില്ല പടാം. എന്തായാലും തിയേറ്ററിൽ തന്നെ മസ്റ്റ് കാണണം. പിന്നെ ടോവിനോ, അതേപോലെ തന്നെ ലാസ്റ്റ് എൻട്രി എൻട്രീസ് കാട്ടുന്നുണ്ട്. അപ്പൊ എന്തായാലും ക്ലൈമാക്സ് നിർത്തിയിട്ടില്ല. ചാത്തമാർ വരുന്നോണ്ട് പറഞ്ഞാണ് നിർത്തിക്കുന്നത്. അപ്പൊ എന്തായാലും ഇനി ഇതിന്റെ സീരീസുകൾ ഇറങ്ങാനുള്ള എല്ലാ സംഭവവും നമുക്ക് കാണുന്നുണ്ട്. എന്തായാലും ഗംഭീരൊരു വളരെ മെയിനായിട്ടും കേന്ദ്ര കഥാപാത്രമായിട്ട് അഭിനയിക്കുന്നത്. എന്തായാലും കൊള്ളാം. എന്തായാലും അവർ കാണാനുണ്ട്. നമുക്ക് തിയേറ്ററിൽ എക്സ്പീരിയൻസ് ആയിട്ടൊരു പടമാണ് ലോക. സീരീസ് ആവാൻ മിക്കാറും വഴിയുണ്ട്. എന്തായാലും എല്ലാവരും സീരീസ് പോലെ പ്രതീക്ഷിക്കാല്ലേ? നമ്മുടെ ക്യാമിയോ വന്ന ടീമുകളൊക്കെ എങ്ങനെയുണ്ട്? ക്യാമിയോ വന്ന ടീമുകൾ ടോവിനോയും ജിജ്ഞാസ അത് നമുക്കുണ്ട്. വളരെ ആ പടത്തിലുണ്ട്. അടുത്ത പാർട്ടി കാണാനുള്ളത് എന്തായാലും തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്യുന്ന പടം തന്നെയാണല്ലോ. ഉറപ്പായിട്ടും കല്യാണിയുടെ ഒരുപാട് കോമഡിക്കൊക്കെ ചിരിയൊക്കെ തിയേറ്ററിൽ മൊത്തത്തിൽ തിരക്കൊക്കെ എക്സ്പീരിയൻസ് വലിയതല്ലേ. മറ്റേ നമ്മുടെ വയനാട് കാര്യത്തിൽ തിയേറ്ററിൽ നിന്നൊരു സാധനമല്ല. ഓക്കെ എങ്ങനെയുണ്ടായിരുന്നു ഫസ്റ്റ് ഷോ കണ്ട്? ഭയങ്കര ഗംഭീര എക്സ്പീരിയൻസ് ആണ്. നിമീഷ് രവിയുടെ സിനിമാറ്റോഗ്രാഫി. നിമിഷിനെ കുറിച്ച് ഞാനെന്ത് പറയാനാണ്? പടം ഒന്ന് കാണ്. നിമിഷ് എല്ലാവരും ഉണ്ട്. അമേരിക്കൻ നിമിഷ് എല്ലാവരും നമുക്ക് സിനിമ കാണാം. ഡൊമിനിക്കിന്റെ ഒരു വിഷനും അതിനെ സപ്പോർട്ട് ചെയ്യാൻ കുറേ നല്ല ക്രിയേറ്റീവ് കൊളാബറേറ്റേഴ്സിനെ കിട്ടി. അപ്പോൾ വി ആർ റിയലി ലക്കി ദാറ്റ് ഗോട്ട് സച്ച് എ ഗ്രേറ്റ് ടീം പുൾ ദിസ് ഓഫ്. ക്രിയേറ്റീവായിട്ട് മലയാളത്തിൽ ആദ്യമായിട്ടാണ് എക്സ്പീരിയൻസ് ചെയ്യുന്നത്. I'm so thankful. ഞങ്ങൾ തിയേറ്ററിൽ കണ്ടപ്പോൾ അതിശയത്തോടെ കാണണം. മലയാളത്തിൽ ഇതേവരെ കാണാത്ത സംഭവങ്ങളാണ് പോയി കാണേണ്ടത്. ഷൂട്ടിംഗ് പേടിപ്പിക്കല്ലേ ചേച്ചി? ഞാൻ പറയാ നല്ല ഗംഭീര സിനിമയാണ്. എന്താ പറയേണ്ടത് ഇതിനൊക്കെ എനിക്ക് അറിഞ്ഞൂടാ. നല്ല സിനിമയാണ്. കാണാൻ എല്ലാവരും നല്ല അഭിപ്രായം പറയുന്നത് ഭയങ്കര സന്തോഷം. നല്ല പടം കണ്ടേ എല്ലാവരും. പടം കണ്ടിട്ട് നമുക്ക് ഉറപ്പല്ലേ? ഞാനില്ലാതെ എന്ത് യൂണിവേഴ്സ്. താങ്ക് യു.